everyone. Hope all of you are doing well. Today we are going to discuss plus 2 physics practical. Now we can discuss the meter bridge experiment. നമുക്ക് മെറ്റാലിക് വയറിൻ്റെ റെസിസ്റ്റൻസ് കണ്ടെത്താൻ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സ്പെരിമെൻ്റാണ് മീറ്റർ ബ്രിഡ്ജ്. മീറ്റർ ബ്രിഡ്ജ് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ റെസിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യാം, അതോടൊപ്പം സ്പെസിഫിക് റെസിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യാൻ കഴിയും. ഇനി രണ്ട് മെറ്റാലിക് വയേഴ്സാണ് ഉള്ളതെങ്കിൽ അവ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് സീരീസ് ആൻഡ് പാരലൽ കണക്ഷൻ, അതായത് കോമ്പിനേഷൻ ഓഫ് റെസിസ്റ്റൻസസ് ഓൾസോ വി ക്യാൻ വെരിഫൈ. ഈ 3 എക്സ്പെരിമെൻറ്റ്സ് ആണ് ബൈ യൂസിങ് ദ മീറ്റർ ബ്രിഡ്ജ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അവർ ഫസ്റ്റ് എക്സ്പെരിമെൻറ്റ് ഈസ് to find resistance of a given wire using Wheatstone's bridge or meter bridge and hence determine the specific resistance of the material. Here the aim of the experiment is to find the resistance and to determine the specific resistance of the material. അതായത് റെസിസ്റ്റൻസ് നമ്മൾ മീറ്റർ ബ്രിഡ്ജ് വെച്ചുകൊണ്ട് കണ്ടെത്തും, അതിനുശേഷം നമുക്ക് സ്പെസിഫിക് റെസിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് എക്സ്പെരിമെൻ്റ് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം അല്ലേ. അപ്പാരറ്റസ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് മീറ്റർ ബ്രിഡ്ജാണ്, പിന്നെ ഗാൽവനോമീറ്റർ, റെസിസ്റ്റൻസ് ബോക്സ്, ലെക്ലാൻഷ്യ സെൽ, എ ജോക്കി, വൺ വേ കീ, റെസിസ്റ്റൻസ് വയർ, സ്ക്രൂ ഗേജ്, മീറ്റർ സ്കെയിൽ, സെറ്റ് സ്ക്വയർ, കണക്റ്റിംഗ് വയേഴ്സ് ആൻഡ് സാൻഡ് പേപ്പർ. ഇത്രയാണ് നമുക്ക് എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള അപ്പാരറ്റസ്. അപ്പോൾ അപ്പാരറ്റസ് എന്തൊക്കെയാണ് നമ്മൾ നോക്കിക്കഴിഞ്ഞു. ഇനി നമുക്ക് ഒരു സർക്യൂട്ട് ഡയഗ്രത്തിൽ എങ്ങനെ ഇതിനെ കണക്ട് ചെയ്യണം എന്ന് നോക്കാം അല്ലേ. സർക്യൂട്ട് ഡയഗ്രാം ഈസ് ഗിവൺ ഹിയർ. നമുക്കിവിടെ ഒരു 1 മീറ്റർ വയർ കാണാം. 1 മീറ്റർ ഒരു സ്കെയിൽ കണക്ട് ചെയ്തിട്ടുണ്ട്, അതായത് ഒരു മെറ്റാലിക് ബ്ലോക്കിൻ്റെ മുകളിലായിട്ട് നമുക്കൊരു സ്കെയിലുണ്ട്, അതോടുകൂടി അറ്റാച്ച് ചെയ്തിട്ടുള്ള ഒരു 1 മീറ്റർ വയറുണ്ട്. അതാണ് നമ്മൾ മീറ്റർ ബ്രിഡ്ജിൻ്റെ സ്ട്രക്ചർ. അതിന് ഓപ്പോസിറ്റായിട്ട് 2 ഗ്യാപ്സ് കാണാൻ പറ്റും, ഗ്യാപ്പ് 1, ഗ്യാപ്പ് 2. അതിൽ ഫസ്റ്റ് ഗ്യാപ്പിൽ നോൺ റെസിസ്റ്റൻസ് കണക്ട് ചെയ്തിട്ടുണ്ട്, ഗ്യാപ്പ് 2ൽ അൺനോൺ റെസിസ്റ്റൻസ് ആണ് കണക്ട് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ നമുക്ക് ഈ സ്കെയിലിൻ്റെ 2 എൻഡിലും കണക്ട് ചെയ്യാനുള്ള പോർഷൻസ് കാണാം. അതായത് ഫസ്റ്റ് എൻഡിൽ നിന്ന് സെല്ലിലേക്കൊരു കണക്ഷൻ വരുന്നുണ്ട്, അതുപോലെ അതിന് കീയിൽ നിന്ന് അടുത്ത എൻഡിലേക്കുള്ള കണക്ഷൻസ് കാണാം. ഓക്കെ, അപ്പോൾ ഇതാണ് ഒരു മീറ്റർ ബ്രിഡ്ജ്. ഇനി നമ്മൾ കണക്ഷൻസ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ഗ്യാപ്പിൽ നമ്മൾ റെസിസ്റ്റൻസ് ബോക്സ് ആണ് കണക്ട് ചെയ്യുന്നത്. അതായത് വളരെ ചെറിയ റെസിസ്റ്റൻസ് ആണ് നമ്മൾ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ കണക്ട് ചെയ്യുമ്പോൾ റെസിസ്റ്റൻസ് ബോക്സിന് പൊളാരിറ്റിയിൽ, അതായത് പോസിറ്റീവോ നെഗറ്റീവോ ഇല്ലാത്തതുകൊണ്ട് ഏത് പോർഷൻ വേണമെങ്കിലും നമുക്ക് കണക്ട് ചെയ്യാം. ഡയറക്റ്റായിട്ട് നമുക്ക് ഒരു എൻഡിൽ നിന്ന് ഈ ഒരു ഗ്യാപ്പിലേക്കും അടുത്ത എൻഡും കൂടെ കണക്ട് ചെയ്യാം. അടുത്തത് അൺനോൺ റെസിസ്റ്റൻസ് നമുക്ക് തന്നിട്ടുണ്ടാവും, ഒരു മെറ്റാലിക് വയർ. ആ മെറ്റാലിക് വയർ നമ്മൾ അടുത്ത ഗ്യാപ്പിൽ കണക്ട് ചെയ്യാം. അതുപോലെ തന്നെ മീറ്റർ സ്കെയിലിനോട് അറ്റാച്ച് ചെയ്തിട്ട് കാണുന്ന പോർഷനിലാണ് നമ്മൾ സെല്ലിൻ്റെ പോസിറ്റീവ് കണക്ട് ചെയ്യേണ്ടത്. അതിൻ്റെ പൊളാരിറ്റി ഒരിക്കലും മാറിപ്പോവരുത്, പോസിറ്റീവാണ് അവിടെ കണക്ട് ചെയ്യേണ്ടത്. നെഗറ്റീവിൽ നിന്ന് നമുക്ക് കീയിലേക്ക് കണക്ഷൻ ഉണ്ട്. കീക്ക് പോസിറ്റീവോ നെഗറ്റീവോ നോക്കേണ്ട ആവശ്യമില്ല, കാരണം ഇറ്റ് ഡോണ്ട് ഹാവ് പൊളാരിറ്റി. അപ്പോൾ നമുക്ക് ഡയറക്റ്റായിട്ട് നെഗറ്റീവ് എൻഡ് കീയുടെ ഒരു എൻഡിലേക്ക് കണക്ട് ചെയ്യാം, അടുത്ത എൻഡിൽ നിന്ന് മീറ്റർ ബ്രിഡ്ജിൻ്റെ ലാസ്റ്റ് എൻഡിലേക്കും കണക്ഷൻ കൊടുക്കാം. അപ്പോൾ നമ്മളെ കണക്ഷൻ ഓൾമോസ്റ്റ് ക്ലിയർ ആയിട്ടുണ്ട്. ഇനി സെൻറ്ററിൽ നിന്നൊരു കണക്ഷൻ മാത്രമാണ് വരുന്നത്. ബാക്കി സെൻറ്റർ കണക്ഷനിൽ വരുന്നത് ബി എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് ഗാൽവനോമീറ്ററിലേക്ക് കണക്ട് ചെയ്യാം. ദെൻ ഗാൽവനോമീറ്ററിൽ നിന്ന് ജോക്കി എന്ന് പറയുന്നത് ഒരു സ്ലൈഡിങ് കോണ്ടാക്റ്റ് ആണ്, അങ്ങോട്ടുള്ള കണക്ഷനും കൂടെ ചെയ്യണം. അപ്പോൾ നമ്മുടെ കണക്ഷൻ ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഫ്രം ദിസ് ഡയഗ്രാം ഇറ്റ് വിൽ ബി മോർ ക്ലിയർ ബിക്കോസ് ദ റെസിസ്റ്റൻസ് ബോക്സ് ഈസ് കണക്റ്റഡ് ഇൻ 1 gap and in the second gap the unknown resistance is connected. From the center we are connecting to galvanometer, then galvanometer to jockey, and in the other side we are connecting the cell, that is Leclanche cell. That means the positive end of the cell is coming from end A and negative is going to key and key is connected to the other end of the meter bridge. Okay, ഇനി ഈ കണക്ഷൻസ് ചെയ്യുമ്പോൾ നമ്മുടെ ഓൾ ദ കണക്ഷൻ ഷുഡ് ബി ടൈറ്റ്. മാത്രമല്ല ഇൻസുലേഷനുള്ള പോർഷൻ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ കണക്റ്റിംഗ് വയേഴ്സിനെ ഇൻസുലേഷൻ റിമൂവ് ചെയ്ത് നല്ല ടൈറ്റായിട്ട് കണക്ട് ചെയ്ത് വെക്കണം. ബിക്കോസ് ഇഫ് എനി ഇൻസുലേഷൻ ഈസ് കമ്മിങ് ദർ ഇസ് എ പോസിബിലിറ്റി ടു ഫോം എയർ ഗ്യാപ്പ് വന്നു കഴിഞ്ഞാൽ നമ്മളെ സർക്യൂട്ട് കൃത്യമായിട്ട് വർക്ക് ചെയ്യില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഏത് കണക്ഷൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും അതിൻ്റെ ഇൻസുലേഷൻ പോർഷൻ നന്നായി റിമൂവ് ചെയ്തതിന് ശേഷം നല്ല ക്ലീനായ ഭാഗം വേണം കണക്ട് ചെയ്യാൻ.
And once the connection is over, we can check the correctness. സർക്യൂട്ട് കറക്റ്റ് ആണോ എന്നുള്ളതെന്ന് ചെക്ക് ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ ഫസ്റ്റ് റെസിസ്റ്റൻസ് ബോക്സിൽ നിന്ന് ഏതെങ്കിലും ഒരു നോൺ റെസിസ്റ്റൻസ് റിമൂവ് ചെയ്യണം. വളരെ ചെറിയൊരു റെസിസ്റ്റൻസസ് 1 ohm അല്ലെങ്കിൽ 2 ohm അതുപോലെ ഏതെങ്കിലും ഒരു റെസിസ്റ്റൻസ് നമുക്ക് റിമൂവ് ചെയ്യണം. ആൻഡ് ഓൾ അതർ കീസ് ഷുഡ് ബി ടൈറ്റ്. ബാക്കി എല്ലാ കീസും നന്നായി ടൈറ്റ് ചെയ്ത് വെക്കുക. അതർവൈസ് ദ അതർ റെസിസ്റ്റൻസ് ഓൾസോ വിൽ ബി ഇൻക്ലൂഡഡ് ഇൻ അവർ സർക്യൂട്ട്. So to avoid that, we have to make sure that all the keys are tight. എല്ലാ കീസും ടൈറ്റ് ആണെന്ന് ഷുവർ ആക്കിയതിന് ശേഷം നമുക്ക് കീ, അതായത് നമ്മളെ കീയും കൂടെ ക്ലോസ് ചെയ്ത് വെക്കാം. അതിനുശേഷം now for getting the first reading, we can introduce an appropriate resistance from the resistance box. That is, a small resistance is needed. 1 or 2 ohms we can introduce there, and we can move the jockey almost at the center of the wire in order to get the null point. If you are getting null deflection in the galvanometer, we can stop there and measure the length AB. That will be the balancing length, and then we can change the values of resistors in order to repeat the experiment. അതായത് നമ്മൾ R എന്ന് പറയുന്ന വാല്യൂ ആദ്യം 1 എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സെൻറ്ററിലൂടെ ജോക്കി മൂവ് ചെയ്യും. ഓൾമോസ്റ്റ് അത് സെൻറ്റർ എത്തുമ്പോൾ, അതായത് ഇറ്റ് ഈസ് ബെറ്റർ ടു ഗെറ്റ് ദ വാല്യൂ ബിറ്റ്വീൻ 40 and 60. ബാലൻസിങ് ലെങ്ത്ത് 40-നും 60-നും ഇടയ്ക്കാണ് കിട്ടുന്നതാണ് ബെറ്റർ. സോ നമ്മൾ ഓൾമോസ്റ്റ് ആ പൊസിഷനിൽ നമുക്ക് ഒരു നൾ പോയിൻ്റ് കിട്ടും. അതായത് ഗാൽവനോമീറ്റർ 0 ഡിഫ്ലക്ഷൻ കാണിക്കും. ആ കേസിൽ നമുക്ക് ആ പോയിൻ്റ് മാർക്ക് ചെയ്തിട്ട് ലെങ്ത്ത് മെഷർ ചെയ്യാം. അതായത് ഫ്രം 0 to that value. Suppose it is 55 or like that. Then we can write that as length L. So the rest of the value will be 100 minus L that we can use for calculations. In the same way നമ്മൾ വീണ്ടും റിപ്പീറ്റ് ചെയ്യുമ്പോൾ രണ്ടാമത്തെ റെസിസ്റ്റൻസ് അതിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യും. അത് ഇതേ പ്രൊസീജിയർ തന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ട് അങ്ങനെ ഒരു 4 or 5 റീഡിങ്സ് നമുക്ക് എടുക്കണം. Then we can calculate. Now we can go to the tabular column and how to calculate the specific resistance. The equation for finding the unknown resistance is given as x equal to 100 minus L by L into R. Here R is the known resistance that is placed in the left gap, and x is the unknown resistance in the right gap of the meter bridge. Then L is the length of meter bridge wire from 0 and up to the balance point. Okay, and now by using this x value, we can find the specific resistance, that is rho equal to x into pi d square by 4L, where d is the diameter that we have to calculate by using a screw gauge, and L is the length of the wire that we can measure by using a meter scale. നമ്മൾ എക്സിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് റോ വാല്യൂ കാണാം. അതായത് എക്സിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ദെൻ ഡി നമ്മൾ സ്ക്രൂ ഗേജ് യൂസ് ചെയ്തുകൊണ്ട് കാൽക്കുലേറ്റ് ചെയ്യും. ദെൻ എൽ വി ക്യാൻ മെഷർ using a meter scale. ഒരു സ്കെയിൽ യൂസ് ചെയ്തുകൊണ്ട് മെഷർ ചെയ്യാം. Then we will get the value of rho. Here the tabular column is given. One set of reading is given just to show you that how to calculate this. So these values are not the same. For different wires the value will be different because it depends on the length and the thickness also. So don't copy the values. ഇവിടെ തന്നിട്ടുള്ള വാല്യൂസ് റെസിസ്റ്റൻസ്, അതായത് 2, 4, 6, 8 എന്നുള്ള റെസിസ്റ്റൻസസ് ആണ് എടുത്തിട്ടുള്ളത്. ലെങ്ത്ത്, ബാലൻസിങ് ലെങ്ത്ത് തന്നിട്ടുള്ളത് 44, 41, 60, 69 അങ്ങനെയാണ്. അപ്പോൾ ഫസ്റ്റ് റീഡിങ് നോക്കുകയാണെങ്കിൽ 2 ആണ് R, ദെൻ L വാല്യൂ 41 ആണ്. ലെങ്ത്ത് ദാറ്റ് മീൻസ് ബി സി ഈക്വൽ ടു 100 മൈനസ് L കാൽക്കുലേറ്റ് ചെയ്യണം. അതായത് 100 മൈനസ് 41, ദാറ്റ് വാല്യൂ ഈസ് ഗിവൺ ഹിയർ 59. ദെൻ വി ക്യാൻ calculate x equal to R into 100 minus L by L. So we will get the value as 2.87. So we are substituting the values here. R value 2 and substitute ചെയ്യാം into 100 minus L is 59 divided by L is 41. Our value ആണ് 2.87. The same way we will calculate for all the values. Now we can find the mean of x, then we will get the unknown resistance. So to avoid the error, we will repeat the experiment for minimum 4 or 5 times. Okay, ഇനി നമുക്ക് അതിൻ്റെ ഡയമീറ്റർ കാൽക്കുലേറ്റ് ചെയ്യണം. വയർ നമ്മൾ റിമൂവ് ചെയ്തതിന് ശേഷം നമുക്കൊരു സ്ക്രൂ ഗേജ് യൂസ് ചെയ്തുകൊണ്ട് വി ക്യാൻ കാൽക്കുലേറ്റ് ദ ഡയമീറ്റർ. അപ്പോൾ ഡയമീറ്റർ കാണാൻ നമ്മൾ സ്ക്രൂ ഗേജ് എങ്ങനെ യൂസ് ചെയ്യുമെന്നുള്ളത് നോക്കാം. സ്ക്രൂ ഗേജിൽ നമുക്ക് 2
സ്കെയിൽസ് ആണുള്ളത്. ഒന്ന് സർക്കുലർ സ്കെയിൽ ഉണ്ടാവും, അതുപോലെ തന്നെ ഒരു ലീനിയർ സ്കെയിൽ ഉണ്ട്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ലീസ്റ്റ് കൗണ്ട് 0.001 സെൻറ്റിമീറ്റർ ആണ്. നമുക്ക് ലീനിയർ സ്കെയിൽ റീഡിംഗ് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം we have to put that wire in between the two knobs and we have to rotate it until we hear a sound. ഓക്കെ, ആ ഒരു സൗണ്ട് കേൾക്കുന്നത് വരെ നമ്മളത് റൊട്ടേറ്റ് ചെയ്യണം. Then we can check the circular scale reading and the corresponding linear scale reading. നമ്മൾ ലീനിയർ സ്കെയിൽ റീഡിംഗ് നോക്കുമ്പോൾ ലീനിയർ സ്കെയിലിനകത്ത് 0 കഴിഞ്ഞിട്ട് എത്ര ഡിവിഷൻസ് കാണുന്നുണ്ട് നോക്കണം. അപ്പോൾ ഇവിടെ 0 മാത്രമാണ് ഇതിനകത്ത് കിട്ടിയിട്ടുള്ളത്, അതായത് വേറെ റീഡിങ്സ് ഒന്നും കാണുന്നില്ല. അപ്പോൾ സർക്കുലർ സ്കെയിൽ റീഡിങ് 0യുമായിട്ട് കോയിൻസൈഡ് ചെയ്യുന്ന വാല്യൂ ആണ് കാണേണ്ടത്. അത് ഫസ്റ്റ് വണ്ണിൽ 34 ആണ്. നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ n ഇൻറ്റു LC, അതായത് ദാറ്റ് n ഈസ് ദ നമ്പർ ഓഫ് ഡിവിഷൻസ് ഇൻ ദ സർക്കുലർ സ്കെയിൽ. So that n into LC we will get as 0.34, അതായത് 0.001 സെൻറ്റിമീറ്ററിനെ നമ്മൾ 0.01 മില്ലിമീറ്റർ എന്ന് എഴുതാം. അപ്പോൾ ദാറ്റ് ഇൻറ്റു 34 ഇൻറ്റു 0.01 ആണ്, ദാറ്റ് ഈസ് 0.34. ഇനി ടോട്ടൽ റീഡിംഗ് ഈസ് LSR പ്ലസ് CSR ഇൻറ്റു ലീസ്റ്റ് കൗണ്ട് ആണ്. സോ ദാറ്റ് വാല്യൂ വി ക്യാൻ ആഡ്, ദാറ്റ് ഈസ് 0 പ്ലസ് 0.34, ടോട്ടൽ വിൽ ബി 0.34. ഇതേ രീതിയിൽ നമ്മൾ ഈ എക്സ്പെരിമെൻറ്റ് 4 തവണ റിപ്പീറ്റ് ചെയ്യുക, എന്നിട്ട് അതിൻ്റെ മീൻ കാണുന്നതായിരിക്കും ഡയമീറ്റർ. ഹിയർ ദ ലീസ്റ്റ് കൗണ്ട്, പിച്ച് ആൻഡ് the number of divisions on the circular scale is given, that is 100, and then we can find the least count, that will be equal to pitch divided by number of divisions on the circular scale, that is 0.001 centimeter, that we can convert into millimeter, that is 0.01 millimeter. Now the length we can measure by using the scale, that will be equal to 25 centimeter. Then for unknown resistance we have to find the mean, then in the same way we will find the mean for mean diameter. Then we can substitute the value to find the specific resistance, that is rho equal to x pi d square by 4l. Then we are substituting the values to get the specific resistance. That is how we have calculated the unknown resistance and specific resistance. Here the second aim of the experiment is to verify the law of combination, that is series and parallel of resistance using meter bridge. Here instead of one wire we will be getting 2 wires, and we can verify the parallel and series combination, and the apparatus is same as that of for the first experiment, that is a meter bridge, Lagrange cell, galvanometer, resistance box, jockey, 2 resistance wires, set squares, sandpaper and connecting wires. Here we have the circuit diagram as shown in the figure, and the connections are similar to the first experiment itself. Here the only difference is that we have 2 wires. So the first wire we will connect, and we have to find the resistance by using the similar procedure, and after that we will replace it with the second wire and we will continue the same procedure, and after that we have to connect it in series. സോ ഫസ്റ്റ് എക്സ്പെരിമെൻറ്റിൽ ചെയ്തതുപോലെ തന്നെ 2 വയേഴ്സും നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ആദ്യം റെസിസ്റ്റേഴ്സ് കാൽക്കുലേറ്റ് ചെയ്യും, അതായിരിക്കും R1 ആൻഡ് R2. ദെൻ വി ഹാവ് ടു കണക്ട് ടുഗെദർ, അതായത് റെസിസ്റ്റൻസ് സീരീസിൽ കണക്ട് ചെയ്യണം. സീരീസ് കണക്ഷൻ എന്ന് പറഞ്ഞാൽ എൻഡ് ടു എൻഡ് കണക്ഷനാണ് അല്ലേ. സോ നമ്മൾ ഈ ഡയഗ്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ എൻഡ് ടു എൻഡ് വി വിൽ കണക്ട് ഇറ്റ്, ആൻഡ് വി വിൽ ഫൈൻഡ് ദ റെസിസ്റ്റൻസ് by using the same procedure. Then we can verify this by using the equation. Here the second diagram shows the connection of parallel circuit. So in this case also we will find the resistors for each wire separately, then we will connect it in parallel. That means the connections are shown in the figure. നമ്മൾ പാരലൽ കണക്ഷൻ്റെ കേസിലും 2 വയേഴ്സ് സെപ്പറേറ്റ് ആയിട്ട് റെസിസ്റ്റേഴ്സ് കാണും, അതിനുശേഷം we will connect it together, എന്നിട്ട് പാരലലായിട്ട് കണക്ട് ചെയ്യുന്നു. Then we will verify the values. Here a set of reading is shown for series and parallel connections, and we have to make sure that the theoretical value and the practical value is almost the same. നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ പ്രാക്ടിക്കലി വി വിൽ കാൽക്കുലേറ്റ്, അതായത് R1 പ്ലസ് R2 സെപ്പറേറ്റ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴും നമുക്ക് R1 R2 സീരീസ് ആയിട്ട് കണക്ട് ചെയ്ത് കിട്ടുന്ന വാല്യൂവും തമ്മിൽ ഓൾമോസ്റ്റ് മാച്ചിങ് ആയിരിക്കും. In the parallel
also we will do the same procedure. This is how we will verify the results, and we have to write precautions and sources of error also. So today we can conclude our video. If you like my video, please like, share and subscribe, and thanks for watching.